2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് വരെ കേരളം കാണാത്ത ഒരു കാര്യമായിരിക്കും. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് LDF വരുന്നു, UDF പോകുന്നു, UDF പോകുന്നു, LDF വരുന്നു. ഇതിങ്ങനെ ഒരു കാലിലെ മന്തെടുത്ത് മറ്റേ കാലിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അത് ഈ കഴിഞ്ഞ 2 തവണയായിട്ടത് ഒരു മുന്നണി തന്നെ തുടരുന്നു. പിണറായി വിജയൻ 3ാം വട്ടത്തിന് വേണ്ടി ഒരു കിണഞ്ഞൊരു പരിശ്രമം കൂടി നടത്തുന്നു. പക്ഷേ അത് ഫലവത്താകില്ല എന്ന് പിണറായിക്കും അറിയാം, പാർട്ടിക്കും അറിയാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതിനിടയ്ക്ക് ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തി എത്തിയിരിക്കുന്ന ഒരു നിഗമനം, LDF ഒരു 67 സീറ്റിൽ എത്തും, UDF ഒരു 71 സീറ്റിലെത്തും, BJP ഒരു 3 സീറ്റിലെത്തും. ഇത് പൊതുവെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കുകൂട്ടലും നിഗമനവും മാത്രമാണ്. പക്ഷേ ഭരണത്തിൻ്റെ അടിത്തറ ഇളകുന്നു എന്ന് മനസ്സിലായ പിണറായി വിജയൻ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് തേടുകയുണ്ടായി. സാധാരണ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എപ്പോഴും പോവുക ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിലായിരിക്കും, അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. ഒരു എതിർ തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ പോലും ഭരണകക്ഷിയെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ, അവരെ അനുകൂലിച്ച് നിർത്തുന്ന തരത്തിലേക്ക് റിപ്പോർട്ട് പോകും. പക്ഷെ ഇവിടെ ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടല്ല പോയിരിക്കുന്നത്. 2026 കേരളത്തിൽ വരാൻ പോകുന്നത് ഒരു തൂക്ക് സഭയായിരിക്കും എന്നാണ്. LDF ഭരണത്തിൽ വരുമോ? ഇല്ല. UDF വരുമോ? ഇല്ല. BJP വരില്ല. പക്ഷേ BJP 20 സീറ്റ് വരെ നേടും എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 36 നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് 20 സീറ്റ് വരെ നേടും എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? അതായത് 2026 BJP കേരളം ഭരിക്കും എന്നാണ് പറഞ്ഞത്. ഇത് കെ സുരേന്ദ്രൻ അല്ല പറഞ്ഞത് അമിത്ഷായാണ്. അമിത്ഷാ ഇത്തരത്തിൽ വെറും വാക്ക് പറയുന്ന, പാഴ്വാക്ക് പറയുന്ന ഒരാളല്ല. പലരും കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കി എങ്ങനെ BJP ഭരിക്കും എന്നുള്ളത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ 20 സീറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ കേരളം ആര് ഭരിക്കണം എന്നുള്ളത് തീർച്ചപ്പെടുത്താനായിട്ട് BJPക്ക് കഴിയും എന്നുള്ളതാണ്. അതാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 40,000-ന് മുകളിൽ വോട്ട് നേടിയിരിക്കുന്നത് 7 മണ്ഡലങ്ങളിലാണ്. 35,000-ന് മുകളിൽ വോട്ട് നേടിയിരിക്കുന്നത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ. 30,000-ലധികം വോട്ട് നേടിയിരിക്കുന്നത് 18 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. അപ്പോൾ BJP 36 സീറ്റുകൾ ലക്ഷ്യം വെക്കുന്നു. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ 36 ഇടങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJP ഉന്നം വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കരുക്കളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ല തന്നെ ആദ്യം നോക്കൂ. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മണ്ഡലമാണല്ലോ നേമം. BJPക്ക് 2016 കയ്യിൽ കിട്ടി, 2021 ഇല്ലാതായി. ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അവിടെ 49,867 വോട്ടാണ് BJP നേടിയിരിക്കുന്നത്. നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള വാർഡുകൾ തന്നെയാണ് കൂടുതലും BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സഹായിച്ചതും. കാട്ടാക്കട മണ്ഡലത്തിൽ 46,376 വോട്ടുകൾ നേടിയപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ 40,852 വോട്ടാണ് BJP നേടിയിരിക്കുന്നത്. അതിപ്രധാനമായിട്ടുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ 38,000-ലധികം വോട്ടുകൾ നേടിയപ്പോൾ
പാറശാലയിലെ 32,000-ലധികം വോട്ടാണ് ബി ജെ പി നേടിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ 34,000-ലധികം വോട്ട്, ചിറയിൻകീഴ് 35,000-ലധികം വോട്ട്, തിരുവനന്തപുരം സെൻട്രലിൽ 38,000 വോട്ടാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കുതിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലേക്ക്, കുന്നത്തൂരിലെ, അതുപോലെ തന്നെ കൊല്ലം, കരുനാഗപ്പള്ളിയിലെ നിലവിൽ കോൺഗ്രസിന്റെ സീറ്റാണിത്. മുമ്പ് CPI ആയിരുന്നു, പിന്നീട് CR മഹേഷ് അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ചാത്തന്നൂരിൽ 2021 ചാത്തന്നൂരിൽ BJP 2ാം സ്ഥാനത്താണ്. അവിടെ 36,000-ലധികം വോട്ടാണ് നേടിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഓർക്കുക, ഇപ്പോൾ ഈ 36 മണ്ഡലങ്ങളിൽ വൻ നേട്ടമുണ്ടാക്കിയിരിക്കുന്ന BJPക്ക് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആയിരിക്കില്ല നിയമസഭയിൽ എന്ന് പലരും പറയുമെങ്കിലും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിന്റെ പ്രതിഫലനം കൂടി ഉണ്ടാകുമ്പോൾ ഒരു 3,000-4,000 വോട്ടുകൂടി BJPക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യമാണ് കാണുന്നത്. കൊട്ടാരക്കരയിൽ 36,000-ലധികം വോട്ട് നേടിയപ്പോൾ കുണ്ടറയിൽ 33,000-ലധികം വോട്ടാണ് നേടിയിരിക്കുന്നത്. PC വിഷ്ണുനാഥാണ് അവിടെ ഇപ്പോഴത്തെ MLA. ആറന്മുളയിൽ BJPക്ക് ഏറെ നോട്ടമുള്ള പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലമാണ്, വീണ ജോർജിന്റെ മണ്ഡലമാണ് ആറന്മുള. അവിടെ 32,000-ലധികം വോട്ട് നേടിയപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലേക്ക് വരിക. ചെങ്ങന്നൂരിലാണ് ഏറ്റവും മികച്ച പ്രകടനം ഉണ്ടായിരിക്കുന്നത്. 41,000-ലധികം വോട്ടാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. അവിടെ സന്ദീപ് വചസ്പതി ആയിരിക്കും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. അതുപോലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ഇളക്കി മറിച്ച് ആലപ്പുഴയെ A ക്ലാസ് മണ്ഡലമാക്കി തീർത്ത ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്ന നിയമസഭാ മണ്ഡലമാണ് കായംകുളം. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33,000-ലധികം വോട്ടാണ് നേടിയിരിക്കുന്നത്. ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലും BJPയുടെ മികച്ച പ്രകടനമാണ്. മാവേലിക്കരയിൽ 38,000-ലധികം വോട്ട്, അരൂരിൽ 36,000-ലധികം വോട്ട്. ഇനി മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, എറണാകുളം ജില്ലയിലും BJP കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. തൃപ്പൂണിത്തറയിൽ 31,327 വോട്ട് നേടിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ പുതുക്കാട് 38,000-ലധികം വോട്ടാണ് നേടിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലും തൃശൂർ ജില്ലയിൽ തന്നെ മികച്ച പ്രകടനമാണ്. മണലൂരിൽ, നാട്ടികയിൽ 36,000-ലധികം വോട്ട്, ചേലക്കരയിൽ 31,000-ലധികം, കൊടുങ്ങല്ലൂരിൽ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. ഷൊർണൂരിൽ 31,000-ലധികം, ഒറ്റപ്പാലത്ത് 36,000-ലധികം, നെന്മാറയിൽ 32, മലമ്പുഴ CPM-ന്റെ തട്ടകം VS അച്യുതാനന്ദന്റെ മണ്ഡലമായിരുന്ന മലമ്പുഴയിൽ 45,000-ലധികം വോട്ടാണ് BJP നേടിയിരിക്കുന്നത്. പാലക്കാട് 38,000-ലധികം വോട്ട്, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി 30,000-ലധികം വോട്ടാണ് നേടിയിരിക്കുന്നത്. കാസർഗോഡ് 42,000-ലധികം വോട്ട്. മഞ്ചേശ്വരം BJP K. സുരേന്ദ്രൻ വിജയിച്ചു എന്ന് വരെ എത്തിയ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ട ഇടമാണ് മഞ്ചേശ്വരം. അവിടെ BJP നേടിയിരിക്കുന്നത് 47,000-ലധികം വോട്ടുകളാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ BJP 36 ഇടങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പൊ അതിലൊരു 20 ഇടങ്ങളിലാണ് BJP ജയിച്ചു വരുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം അടിത്തറ ഇളകിയിരിക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദമൊക്കെ സ്വപ്നം കണ്ടിരുന്നവര്, അവരുടെയൊക്കെ സ്വപ്നം ഇപ്പോൾ ഇല്ലാതായി പോകുന്ന കാഴ്ചയുമാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.